സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാ സീസണിലും ഒരു പ്രശ്നമായിട്ട് വരുന്ന സംഭവമാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ഏറ്റവും അധികം ആൾക്കാർ ചോദ്യം ചെയ്യുന്നതും നമുക്ക് മതിയായിട്ടുള്ള ബാക്കപ്പ് പ്ലേയേഴ്സ് ഉണ്ടോ, ഉള്ള പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത് കരോളിസ് കിൻഗിസ് എന്ന് പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഈ സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സൈനിങ്സ് ആണെങ്കിലും ഫോറിൻ സൈനിങ്സ് ആണെങ്കിലും ആ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിൻ്റെ ഒരു ചുമതല കൂടുതൽ പോകുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടറിലേക്കാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് മോശമാവുന്നുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിലിറ്റി, ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഓൾറെഡി ഏറ്റെടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ. സോ നിലവിലെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ അതിന്റെ പെർഫോമൻസ് അതിനെ മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ നല്ലവരാ കെട്ടവരാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഈ രണ്ട് സൈഡിലും അല്ലാതെ ഒരു ഗ്രേ ഷെയ്ഡിൽ നിർത്താനാണ് തോന്നിയിട്ടുള്ളത്. അതിന് പ്രീവിയസ് സീസൺസിലുള്ള അതിന്റെ പെർഫോമൻസ്, ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള അതിന്റെ പെർഫോമൻസും അവിടെയുള്ള അതിന്റെ ഇടപെടലുകളും തന്നെയാണ് കാരണം. സോ ഇവിടെ സ്പോർട്ടിംഗ് ഡയറക്ടറെ മാറ്റണം അല്ലെങ്കിൽ അവിടെ ഒരു റീപ്ലേസ്മെന്റ് വരണം എന്ന് ഞാൻ പറയാതിരിക്കാനുള്ള മെയിൻ കാരണം ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള ഇതിന്റെ പെർഫോമൻസ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കൺസിസ്റ്റൻസി അത് വളരെയധികം താഴ്ന്ന രീതിയിലായിരുന്നു ഈ കരോളിസ് കിൻഗിസ് വരുന്നതിന് മുൻപ് വരെ. പക്ഷെ അതിനുശേഷം കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസിയും കുറച്ചുകൂടി ഒരു ക്വാളിറ്റിയും ഇൻക്രീസ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കിൻഗിസ് വരുന്നതിന് മുൻപ് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സിനെ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇനി എത്തിച്ചു കഴിഞ്ഞാൽ അവരെ ടീമിൽ നിലനിർത്തുന്ന കാര്യത്തിലോ ഇനി പോയി കഴിഞ്ഞാൽ അവരെ റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തിലോ വലിയ രീതിയിൽ ടീം പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സീസണിൽ നമുക്കൊരു നല്ല ഗോൾ സ്കോറെ കിട്ടി, ഇയാൻ ഹ്യൂ. ആ സീസൺ തൊട്ടേ തുടങ്ങിയതാണ്. തൊട്ടടുത്ത സീസണിൽ ആ പ്രൂവൺ ഗോൾ സ്കോറെ നമ്മൾ കണ്ടത് ATKയിലാണ്. അതുപോലെ തന്നെ ഓഗ്ബച്ച് എന്ന് പറയുന്ന ISLൽ തന്നെ ഒരു പ്രൂവൺ ഗോൾ സ്കോറെ നമുക്ക് കിട്ടിയിട്ട് അദ്ദേഹത്തെ നമുക്ക് നിലനിർത്താനോ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പകരം നല്ല രീതിയിലൊരു റീപ്ലേസ്മെന്റിനെ കൊണ്ടുവരാനോ ടീം പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സ്ട്രൈക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിൻഗിസ് വരുമ്പോൾ അവിടെ ആദ്യത്തെ സീസൺ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആദ്യത്തെ സീസൺ അദ്ദേഹം കൊണ്ടുവന്ന ഹൂപ്പർ, ഈ പറഞ്ഞ ഓഗ്ബച്ചയ്ക്ക് പകരമായിട്ട് തന്നെ കൊണ്ടുവന്ന ഹൂപ്പർ മൊറെ, അവരെ ഒരു പ്രതീക്ഷ നിലവാരത്തിലേക്കോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ടും ആ പെർഫോമൻസ് നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ അതിനുശേഷം ആദ്യത്തെ സീസണിലെ ഒരു സെറ്റ് ബാക്കിന് ശേഷം വളരെ നല്ല രീതിയിലാണ് ഫോറിൻ മാർക്കറ്റ് കിൻഗിസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഫോറിൻ സ്ട്രൈക്കേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ആ സീസണിൽ വാസ്കസ് ഡൈസ്, നമ്മൾ കുറെ കാലത്തിന് ശേഷം നമുക്ക് കിട്ടിയ രണ്ട് ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ, കോൺട്രിബ്യൂഷൻ വൈസ് ആണെങ്കിലും അവരെ നമ്മളെ ആ സീസണിൽ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ ഈ രണ്ട് സ്ട്രൈക്കേഴ്സിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷേ തൊട്ടടുത്ത സീസണിൽ ഇവരെ നമുക്ക് നഷ്ടപ്പെട്ടു. സോ വീണ്ടും നമ്മൾ ചരിത്രം ആവർത്തിക്കുകയാണോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ടോപ്പ് ക്വാളിറ്റി നല്ല ഫോറിൻ സ്ട്രൈക്കേഴ്സിനെ നിലനിർത്താൻ ടീം പരാജയപ്പെടുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും പോകുമ്പോഴാണ് ഇവർക്ക് റീപ്ലേസ് ആയിട്ട് ദിമിത്രിയോസ് ഡയമന്റക്കോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കർ വരുന്നത്. അതിവിടെ വന്നു. ഈ പറഞ്ഞ തുടക്കം കുറച്ച് സ്ട്രഗിൾ ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും വിമർശിക്കാൻ തുടങ്ങി. പക്ഷേ വൺസ് അദ്ദേഹം ആ ഒരു റിതം കണ്ടെത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹം അടിച്ചുകൂട്ടിയ ഗോളുകൾക്ക് കണക്കില്ല. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററായി. അങ്ങനെ ആ ഒരു സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞ വാസ്കസ് ഡയസ് ഉണ്ടായിരുന്ന ഒരു വിടവ് വലിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ദിമിത്രിയോസ് ആ ഒരു സംഭവം മാനേജ് ചെയ്തു. തൊട്ടടുത്ത സീസണിൽ നമുക്ക് ഇതുവരെ സാധിക്കാത്ത, ISLന്റെ ചരിത്രത്തിൽ ഇതുവരെ സാധിക്കാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ ഒരു ഫോറിൻ ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ടീമിൽ നിലനിർത്തുക എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ കിൻഗിസ് പോസിബിൾ ആക്കി. ദിമിത്രിയോസിനെ തൊട്ടടുത്ത സീസണിലും റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ടീമിൽ നിർത്താൻ ടീമിന് സാധിച്ചു. ആ സീസണിലും ഇതേ രീതിയിലുള്ള ഒരു പെർഫോമൻസും അദ്ദേഹം കാഴ്ചവെച്ചു, ഗോൾഡൻ ബൂട്ടും അടിച്ചു. പക്ഷേ തൊട്ടടുത്ത സീസണിൽ നമുക്ക് വീണ്ടും ദിമിത്രിയോസിനെ നഷ്ടമായി. അപ്പോഴും നമ്മൾ പേടിച്ചു, ഒരു നല്ല പ്രൂവൺ ഗോൾ സ്കോറർ, ഈ പറഞ്ഞ ഒരു ഗോൾഡൻ ബൂട്ട് വിന്നർ, അങ്ങനെ ഒരു പ്ലെയറിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും അതൊരു റിസ്ക് തന്നെയാണ്. പക്ഷേ അതിന് പകരമായിട്ട് ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുള്ള ഹേസൂസ് ഹിമെനസ് ഓൾറെഡി ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രീക്കിലാണ്. 5 ഗോളുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. സോ നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ഹിമെനസിനും കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും അവരെ ടീമിൽ നിലനിർത്തുന്ന കാര്യത്തിലാണെങ്കിലും അവരെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം അതിനൊത്ത റീപ്ലേസ്മെന്റ് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ കിൻഗിസ് വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. മറ്റാരെങ്കിലും ആയിരുന്നു ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെങ്കിൽ സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇത്തരത്തിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആണ്. ഇനി ഈ പറഞ്ഞ സ്ട്രൈക്കേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് അതല്ലാതെയും ഈ പറഞ്ഞ ലൂണ എന്ന് പറയുന്ന ഒരു ക്ലബ് ലെജൻഡായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ കിൻഗിസ് തന്നെയാണ്. ഡിഫൻസിൽ പെർഫോം ചെയ്തിരുന്ന ലെസ്കോവിച്ചിന്റെ ക്വാളിറ്റി നമുക്കറിയാം. ഇവാൻ കലൂഷ്നി ഓൾറെഡി ഇപ്പോൾ ഉക്രൈൻ നാഷണൽ ടീമിൽ വരെ എത്തി നിൽക്കുന്ന ഇവാൻ കലൂഷ്നെ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ സീസൺ നോക്കുകയാണെങ്കിലും പെപ്ര എന്ന് പറയുന്ന പ്ലെയർ നല്ല രീതിക്കാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇമ്പ്രൂവ് ആയി വരുന്നത്. ഒരു യങ് ക്വാളിറ്റി സ്ട്രൈക്കറെ നമുക്ക് ടീമിൽ നിർത്തി ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ലീഗിലേക്ക് വിടാൻ പാകത്തിന് ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പെപ്രയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കൊയ്ഫ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മിലോസ് ആണെങ്കിലും അങ്ങനെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും അവരുടെ പെർഫോമൻസ് ടീമിന് ബെനിഫിറ്റ് ആക്കി എടുക്കാനും ആ ഒരു കാര്യത്തിൽ പുള്ളി ശരിക്കും പുലിയാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ
ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ല പ്ലേയേഴ്സിനെ കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും ടീമിൽ നിലനിർത്തുന്ന കാര്യത്തിലാണെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ചില ആവശ്യമില്ലാത്ത സ്വാപ്പ് ഡീലിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കിൻകിസ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സൈൻ ചെയ്തിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പ് സൈനിങ്സിൻ്റെ കേസിൽ വരുന്ന പല പ്ലേയേഴ്സും അവർ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷ ലെവലിലേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഫ്യൂച്ചറിലേക്ക് നോക്കി കാണാൻ സ്കിൻകിസ് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ലെവലിൽ നമ്മുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള പല പ്ലേയേഴ്സ്, ഇപ്പോൾ പ്രീതം കോട്ടാനാണെങ്കിലും ഐബാൻ ഡോവലിംഗ്, അതുപോലെ തന്നെ ഖബ്ര, നിഷു, ദാനിഷ് ഫാറൂഖ്, ഇഷാൻ പണ്ഡിത, വിദ്യാസാഗർ സിംഗ്, അത്തരത്തിൽ ഒരു ടോപ്പ് സൈനിങ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതിൽ പ്രീതമാണെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് മോഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐബാൻ ഡോവലിങ്ങിനെ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇഞ്ചുറി കൺസേൺ കൊണ്ട്. അതിൽ കുറച്ചെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സീസണിലേക്ക് വർക്കായി കിട്ടിയത് നിഷു കുമാറും ഖബ്രയാണ്. എന്നാൽ അവർ രണ്ടാമത്തെ സീസൺ തൊട്ട് അവരുടെ പെർഫോമൻസും ഈ പറഞ്ഞ മോശമാകാൻ തുടങ്ങി. ഇഷാൻ പണ്ഡിത, ദാനിഷ് ഫാറൂഖ്, പ്രബീർ ദാസ് ഇവരൊക്കെ മറ്റ് ടീമിൽ കളിച്ചിരുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ടീമിലേക്ക് കളിപ്പിക്കാനോ ആ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലേക്കോ ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഐ ലീഗിൽ നിന്ന് അധികം സൈൻ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ബ്രൈസ് മറാണ്ട ഉണ്ട്, സൗരവ് മണ്ഡൽ ഉണ്ട്, അതുപോലെ തന്നെ ഹോർമി പാം, സന്ദീപ് സിംഗ്, ആയുഷ് അധികാരി, ഗിബ്സൺ സിംഗ്, ധനചന്ദ്ര മീത്തൈ, പ്രിൻസ് ബാരട്ടോ, ഋത്വിക് ദാസ്, ഫ്രെഡി. ഇനി ഈ സീസണിലാണെങ്കിൽ അമവിയെ സൈൻ ചെയ്തിട്ടുണ്ട്, നോറ ഫെർണാണ്ടസ് തുടങ്ങിയ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ വരുന്നുണ്ട്, ടീമിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് നമ്മളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് ഇവരാരും വന്നിട്ടില്ല. ആകെ നമുക്കൊരു അസറ്റായിട്ട് ടീമിൽ നിൽക്കുന്ന രണ്ട് പ്ലേയേഴ്സ് ഹോർമി പാമും അതുപോലെ തന്നെ സന്ദീപ് സിംഗുമാണ്. അവരുടെ കാര്യത്തിലും പെർഫോമൻസ് വൈസ് ചില വേരിയേഷൻസ് പല മാച്ചുകളും വരുന്നുണ്ട്. പക്ഷേ ഐ ലീഗിൽ നിന്ന് കിട്ടിയതിൽ നമുക്ക് നല്ല പ്ലേയേഴ്സ് നമുക്ക് ഇപ്പോഴും ടീമിൽ നിർത്തി ആ ലെവൽ ഡെലിവർ ചെയ്യുന്ന രണ്ട് പ്ലേയേഴ്സ് അതിൽ ഹോർമി പാം ഉണ്ട്, സന്ദീപ് സിംഗ് ഇപ്പോൾ ഒന്ന് ഫോം ഔട്ടാണ്. സോ ഐ ലീഗിൽ നിന്നാണെങ്കിലും ടീമിനെ രക്ഷിക്കുന്ന മാരക കണ്ടുപിടുത്തങ്ങളൊന്നും കണ്ടുപിടിക്കാനും സ്കിൻകിസിന് സാധിച്ചിട്ടില്ല. ഇനി നമുക്കിപ്പോൾ നിലവിൽ ഇന്ത്യൻ ഓപ്ഷൻസിൽ നമുക്ക് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരിൽ മെജോറിറ്റിയും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള റിസോർട്ട് ടീം വഴി ഡെവലപ്പായി വന്നിട്ടുള്ള പ്ലേയേഴ്സാണ്. അമവിയ, അസർ, സച്ചിൻ സുരേഷ്, നിഹാൽ സുധീഷ്, അതുപോലെ തന്നെ വിപിൻ മോഹനാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഒരു അപ്കമിങ് ടാലന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോറു സിംഗ് ആണെങ്കിലും ബി ടീമിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അതിന് മുൻപ് സുദേവ ദില്ലിയിൽ നിന്നാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നത്. സോ അവിടെയും ഈ പറഞ്ഞ പോലെ അക്കാദമി പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ മാത്രം നമുക്ക് ടീമിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. സോ ഇവിടെ ഐ ലീഗിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ISL നിന്നാണെങ്കിലും ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സിനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സൈൻ ചെയ്ത് അവരെ ടീമിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇത്രയും അവസരം കിട്ടിയിട്ടും അല്ലെങ്കിൽ ഇത്രയും സമയം കിട്ടിയിട്ടും സ്കിൻകിസ് നല്ല രീതിക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ആൻഡ് ഇതിനോടൊപ്പം തന്നെ ടീമിൽ നിലനിർത്താൻ പറ്റാതെ പോയ കുറച്ച് പ്ലേയേഴ്സ്, പ്രത്യേകിച്ചും സഹൽ, പ്രീതം കോട്ടാൽ, ആ സ്വാപ്പ് ഡീൽ ഇപ്പോൾ നിലവിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പരാജയമായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഈ സീസണിൽ എന്തായാലും നമുക്ക് ആവശ്യമായിരുന്ന ജീക്സൺസ് എങ്ങനെ നഷ്ടപ്പെടുത്തി, ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഗോൾഡൻ ഗ്ലൗ അടിച്ചിരുന്ന ഗില്ലിനെ നമുക്ക് നഷ്ടമായി, പുട്ടിയ, ഋത്വിക് ദാസ് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമാണ്, നൗറ മഹേഷ് സിംഗ്, ജിതിൻ എംഎസ് സ്കിൻകിസിന്റെ കാലത്താണോ അറിയില്ല, പക്ഷേ ജിതിൻ എംഎസ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിട്ട് ഈ പറഞ്ഞ പോലെ നിലവിൽ ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ്. സോ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിനെ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ അവരെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി അവിടെ ഒരു വിഷന്റെ ഒരു കുറവ് സ്കിൻകിസിന് നല്ല രീതിക്കുണ്ട്. ഒരുപക്ഷെ ഫോറിൻ മാർക്കറ്റിനെ ഈ ഇന്ത്യൻ മാർക്കറ്റായിട്ട് അദ്ദേഹം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു ഡൗട്ടാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചില ഡീലിങ്സ്, ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സിനെ നഷ്ടപ്പെടുത്തിയിട്ട് അതിനേക്കാൾ നല്ല പ്ലേയേഴ്സിന് കിട്ടുമെന്നുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിക്ക് ബാധിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ജീക്സണൊക്കെ നിലവിൽ ആവശ്യമുള്ള ഒരു പ്ലെയറിനെ വിട്ട് കളഞ്ഞതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോ അവിടുത്തെ അതിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഫോറിൻ മാർക്കറ്റിൽ അദ്ദേഹം ഈ പറഞ്ഞ പുലിയാണ്, അവിടെ അതിന് കൺട്രോൾ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് റിക്രൂട്ട് ചെയ്യാനും അവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് പ്ലേയേഴ്സിനെ വാച്ച് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആ ഒരു വിഷനോടുകൂടി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനും പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യാനും ഏതൊക്കെ പ്ലേയേഴ്സിനെ എപ്പോഴൊക്കെയാണോ റിലീസ് ചെയ്യേണ്ടത് അവിടെ കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളെ വെക്കുന്നതായിരിക്കും ടീമിന് നല്ലത്. ടീമിൽ നിന്ന് പുറത്തു പോകാൻ അർഹതയുള്ള പല പ്ലേയേഴ്സും നിൽക്കുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള പല പ്ലേയേഴ്സ് നമ്മൾ വിട്ട് കളഞ്ഞ് ട്രാൻസ്ഫർ ഫീ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അത് ടീമിന് തന്നെ കുളം തൊട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലാണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് വരുമ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സ് പലപ്പോഴും ആ ലെവലിലേക്ക് എത്തുന്നില്ല. സോ അതുകൂടി അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഈ കോച്ചിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ സൈനിങ്സ്, ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള ടീമിന്റെ പെർഫോമൻസിനെ കൂടി പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. സോ അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സൈനിങ്സ്, ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. സോ അത് പരിഹരിക്കാതെ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഒരു ബാലൻസ് അല്ലെങ്കിൽ പിന്നെ ഇവാൻ പോലെ ഒരു കോച്ച് വന്നൊരു മിറാക്കിളൊക്കെ ഉള്ള പ്ലേയേഴ്സിൻ്റെ കംപ്ലീറ്റ് ഊറ്റിയെടുത്ത് ഈ പറഞ്ഞൊരു മിറാക്കിളൊക്കെ സംഭവിക്കണം. അത് എല്ലാ കോച്ചിനും പിന്നെ ഇവാൻ രണ്ടാമത് വന്നാലും അതിനെ സാധിക്കുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. സോ എന്തായാലും നിലവിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം ഈ ഒരു ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള ടീമിൻ്റെ പെർഫോമൻസ് ആണ്. നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.